ആ ഒരു അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നതിൻ്റെ ഇപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. ആ ചായ കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ ഈ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഒരു നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കൊട്ടിയൂരിൽ പോയിരുന്നു. കൊട്ടിയൂരിൽ പോയിട്ട് കുറേ നേരം കഴിയുമ്പോഴേ അവിടെ കൃത്യമായിട്ട് റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇന്നത്തെ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ മിസ് കോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്, അതുപോലെ അങ്ങനെ ഇങ്ങൊന്നും ഒക്കെ വരുന്നുണ്ട്. ഇതെന്താ സംഭവം ഒന്നും പിടികിട്ടുന്നില്ല. അവിടെ നിന്നാണെങ്കിൽ ഒരാളെ പോലും വിളിച്ചാലും കിട്ടുന്നില്ല. ഏതായാലും കുറച്ചിങ്ങ് താഴെ വന്നു. എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അങ്ങനെ നേരെ താഴെ വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത്, അയ്യോ കൊട്ടിയൂരിൽ ആന അടഞ്ഞിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ല വിളി. അതായത് ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർ, അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ആനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്ന് തോന്നിയിരുന്നു. ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്രയും വളണ്ടിയർമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളുണ്ട്, പിന്നെ ഫയർഫോഴ്സ് ഉണ്ട്, പിന്നെ വനം വകുപ്പുണ്ട്, എല്ലാ ആൾക്കാരും എല്ലാ ടീമുകളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടുന്ന് ദർശനം നടത്താം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നിക്കഴിഞ്ഞാൽ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ ചില മുൻനിര വാർത്താ ചാനലുകൾ ആനയ്ക്ക്, അതായത് അവിടെ ആന ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വാർത്ത കൊടുത്തു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ റേഞ്ച് ഇല്ലാത്തത് നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഈ തെക്കിലും തിരക്കിലും പെട്ടിരിക്കുന്ന മനുഷ്യന്മാരും ചിലപ്പോൾ പാനിക്കായി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുക. അതായത് അവിടെ ഒരുപാട് പേരുണ്ട്, നമുക്കറിയാം അവിടെ തെക്കിൽ നല്ല രീതിയിൽ ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്ന് തൊഴുന്നവരുണ്ട്. അപ്പം അവരൊക്കെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യം വരുമ്പോഴൊക്കെ ഇത് വെളിലോകത്ത് എത്തിക്കുന്നത് ആരാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, അതായത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പറയാതെ ഒന്നും ആവില്ല. അല്ലാതെ അവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞൂടെ ഇത് ആന അടഞ്ഞൊന്നും അല്ല, ഇത് ചെറിയൊരു എന്തോ ഒരു ഇത് ആനയ്ക്ക് ചെറിയൊരു നമുക്കറിയാലോ, അതായത് ഒരു മതപ്പാടിൻ്റെ ലക്ഷണം ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകാം, മറ്റൊരു ആനയെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ളൊരു സംഭവം മാത്രമാണ് നടന്നത്, അല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഇങ്ങ് എത്തി നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞ ചരിത്രം മാറിയ പോലെയാണ്. അതായത് വീട്ടിൽ നിന്നൊക്കെ തുരുതുര കോളുകൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ആന അടഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ. അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ടെൻഷൻ തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഉത്സവപ്പറമ്പിൽ ആനയടഞ്ഞ് ഒരുപാട് വാഹനങ്ങളൊക്കെ തകർത്ത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അതിനെ തളച്ചത്. അപ്പം അതുപോലെയൊക്കെ ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. അതായത് അതുപോലെ എങ്ങാനും ഇടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെയെല്ലാം തല്ലി തകർത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ എല്ലാവർക്കും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പറയുകയാണ്, അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ കടാക്ഷം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കുറേ ആൾക്കാർ അത് വലിയ വാർത്തയാക്കി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നവർ കുറച്ച് തീ തിന്നു എന്നല്ലാതെ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നവർ കുറച്ചൊക്കെ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലമല്ലേ. എൻ്റെ വീട്ടിലെ കാര്യം ഇങ്ങനെ മറ്റുള്ളവരൊക്കെ എത്രമാത്രം വിളിച്ച് കൂവിയിട്ടുണ്ടാകും. അവിടെ എന്ന് പറഞ്ഞാൽ അമ്മമാർ തനിയെ വരുന്ന സ്ഥലം കൂടിയാണ്. അതായത് വീട്ടിൽ നിന്ന് ആരും ഉണ്ടാവില്ല, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയൽവക്കക്കാരായ 3-4 സ്ത്രീകൾ കൂടിയിട്ട് മാത്രം വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിലപ്പോൾ ദൂരെ സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കും. ഈ കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾ വരും. അപ്പോൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആ ഒരു ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ ഇത്. അതായത് അവരൊക്കെ എന്താ കരുതുക, അതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രചരിപ്പിക്കരുത് അധികം, അത് വളരെ മോശം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഞാനിന്ന് അവിടെ പോയപ്പോൾ കണ്ട ഒരു കാര്യമാണ്, വിമർശനമോ കാര്യങ്ങളോ ഒന്നും അല്ല, പക്ഷേ വൃത്തി അത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാലിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലീച്ചിങ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ആൾക്കാരുണ്ട്. ഞാനിന്ന് ആ ഒരു അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നതിൻ്റെ ഇപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. ആ ചായ കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ ഈ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഒരു അലമാരേൻ്റെ ഉള്ളിലല്ല, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഇടാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുക്കി ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന തരത്തിൽ ഭക്ഷണ സാധനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇനിയിപ്പോഴവർ ചൂടാക്കിയിട്ട് വേവിക്കുന്നതാണെന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ വടയൊക്കെ എന്ന് പറഞ്ഞാൽ പൊരിച്ച് അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈച്ച വന്നിരിക്കുന്നുണ്ട്, മറ്റേത് എല്ലാ സാധനവും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വിശന്ന് പരവേശമായിട്ട് വരുന്നവൻ എന്താ ചെയ്യുക, ഈച്ച വോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിന്നും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും ഒരുത്തൻ അസുഖം വന്നു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള ആൾക്കാർ അവിടെ ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരുടെ ആരോഗ്യ വിഭാഗം ആൾക്കാരൊന്നും ഇല്ലേ? അതായത് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഞാൻ 3-4 പ്രാവശ്യമായി പോകുന്നു. ഈ 3-4 പ്രാവശ്യവും ഇത് തന്നെയാണ് കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന ചായ വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചു വന്നു. തിരിച്ച് വേറെ ഒരു കടയിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി അലമാരിയും കാര്യങ്ങളൊക്കെയാണ്, നിറയെ ഉണ്ടാക്കാനുണ്ട്. അതുപോലെ പഴംപൊരിയും പിന്നെ സുഖനും ബോണ്ടയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ 9 ഈച്ചനെ ഞാൻ എണ്ണീയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. 9 ഈച്ച. അതായത് അവർ എന്താ വെച്ചാൽ അവർ അടക്കൂല, അത് അടക്കൂല, അവർ തുറന്നിടുവയ്യ, അടക്കൂല. നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട, അതായത് കൊട്ടിയൂരിലേക്ക് അത് മാത്രമല്ല ഞാൻ പറയുന്നട്ടാ, പ്രധാനപ്പെട്ട പല ഹോട്ടലുകളിലും ഞാൻ കാണുന്നത് എന്താണെന്നറിയാം, ഈ പലഹാര ചില്ലുകൾ അവർ അടച്ചു വെക്കൂല, ഒരു സ്ഥലത്തും അടച്ചു വെക്കൂല. ഈ ഈച്ചയും പാറ്റിയെല്ലാം വന്നിരുന്ന കൂറയും എല്ലാം വന്നിരുന്നത് വേണം നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അസുഖം ഉണ്ടാവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോഴിക്കോട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും തന്നെ നല്ല കൊതിയൂർന്ന തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാകും. ആ പലഹാരങ്ങളിൽ ഒരെണ്ണം പോലും ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെക്കത്തില്ല. അടച്ചു വെച്ചിട്ടുള്ള കച്ചവടം അവർക്ക് വേണ്ട, അതാണ് അവർ പറയുന്നത്. അതായത് അങ്ങനെയാണ് അവരുടെ അഹങ്കാരം. ആ ഈച്ചയും പാറ്റയും കൂറയും വന്നിരുന്ന ആഹാര പദാർത്ഥങ്ങൾ തന്നെയാണ് ഇവരൊക്കെ പൊതുജനങ്ങൾക്കും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നത്. അതുകൊണ്ടല്ലേ ഒരുപാട് രോഗങ്ങളാണ് അവിടെ ഇതാകുന്നത്. അതായത് ഏത് രോഗം വന്നു കഴിഞ്ഞാലും കോഴിക്കോട് ഉണ്ടെന്ന് ആദ്യം ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും, അതായത് ഈ ഹോട്ടലുകാർ നമുക്ക് നന്നാക്കാൻ പറ്റൂല, പക്ഷേ കനത്ത പിഴ ഈടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കുറച്ചെങ്കിലും ഇത് ആത്മാർത്ഥത കാണിക്കും. അതായത് നല്ല രീതിയിലുള്ള പിഴ ഈടാക്കി കൊടുത്താൽ മതി. ഇതിപ്പോഴും 3-4 പ്രാവശ്യമായി അവിടെയുള്ള ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ വരുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ സാധനം നടന്ന്. അതാണ് അവിടെ വരുന്ന ആൾക്കാർ ഗത്യന്തരമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചോക്കങ്ങൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചത് ആരെങ്കിലും പറയും, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരും എന്ന് വിചാരിച്ചു. ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല. ആഹാര സാധനങ്ങൾക്ക് 15 രൂപയാണ് ഈടാക്കുന്നത്. ആ 15 രൂപ ഈടാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആഹാര സാധനം കൊടുക്കാൻ നിർബന്ധിതരാകണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും പോലെ അവിടെ ഇപ്പോൾ പൊടിയൊന്നും ഇല്ലല്ലോ, വേറെയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈച്ചകളെയും പിന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചുമക്കുന്നുണ്ട്. ഇതൊക്കെയില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ തെറിക്കുന്ന അങ്ങോട്ട് തന്നെയല്ലേ. ഒരു പ്ലാസ്റ്റിക് സഞ്ചി വാങ്ങിക്കാൻ വേണ്ടി ഗതി ഇല്ലെങ്കിൽ പിന്നെ അവനൊന്നും ആ കച്ചവടം ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ്. അപ്പോൾ ചോദിക്കുവായിരുന്നു അവൻ്റെ അടുക്കുന്ന എന്തിനാന്ന് കുടിക്കുന്നതെന്ന് ചോദിക്കും നേരെ. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരെങ്കിലും പോയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് മൂടിയിടണം, അതാ വേണ്ടത്. ആ ഓണർക്കോ അയാൾക്കും കുറച്ച് വിവരം വേണ്ടേ, പൈസ വാങ്ങിക്കുന്നവനും കുറച്ച് വിവരം വേണ്ടേ. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്, ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വടിയോ അതും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാവശ്യ വാർത്തകൾ അതൊന്നും വിട്ട് ആൾക്കാരെ പാനിക്കാകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടിയൂരിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അതൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ പല സ്ഥലങ്ങളിൽ നിന്നും കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊട്ടിയൂരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമായിരുന്നു. നന്ദി, നമസ്കാരം.